ലോക്ക്ഡൌണിന്റെ തുടക്കം മുതൽ ഡൽഹിയിലില്ലാത്ത സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി എ സമ്പത്ത് ശമ്പളവും അലവൻസുമായി 3.28 ലക്ഷം രൂപ കൈപ്പറ്റിയതായി വിവരാവകാശ രേഖ. മാർച്ചിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതു മുതൽ നാട്ടിലുള്ള സമ്പത്ത് എത്ര ദിവസം ജോലിക്ക് ഹാജരായെന്ന ചോദ്യത്തിന് വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് മറുപടി. ചുമതല നിർവഹിക്കാത്ത കാലത്ത് ശമ്പളം നൽകരുതെന്നാവശ്യപ്പെട്ടുള്ള പരാതി ഗവർണർ സംസ്ഥാന സർക്കാരിന് കൈമാറിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ക്യാബിനറ്റ് പദവിയുള്ള പ്രത്യേക പ്രതിനിധി എ സമ്പത്തിന്റെ ദൗത്യം. എന്നാൽ ലോക്ക്ഡൌൺ കാലം മുതൽ സമ്പത്ത് നാട്ടിലാണ്. ഈ കാലയളവിൽ ശമ്പളവും ഡൽഹിയിലെ അലവൻസും ചേർത്ത് 3,28,480 രൂപ സമ്പത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേതാണിത്. അഭിഭാഷകനായ കോശി ജേക്കബിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഈ കാലയളവിൽ എത്ര ദിവസം ഓഫീസിൽ ഹാജരായെന്ന ചോദ്യത്തിനും അവധിയെടുത്തിരുന്നോ എന്ന ചോദ്യത്തിനും വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് കേരള ഹൗസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ നൽകിയ മറുപടി. നേരത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരവധി മലയാളികൾ കുടുങ്ങിയപ്പോൾ സമ്പത്തിന്റെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.